ഹരിത ഭാവിയിലേക്കുള്ള യാത്ര എന്ന ക്യാപ്ഷൻ എടുത്ത് ഡിവൈഎഫ്ഐ ഇത്തവണ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ഡിവൈഎഫ്ഐ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഇത്തവണയും വൃക്ഷത്തൈകൾ നടുന്നതോടൊപ്പം പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ പരമാവധി നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഡിവൈഎഫ്ഐയുടെ വിവിധ ഘടകങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം വൃക്ഷത്തൈകൾ പരമാവധി ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പുതിയ റോഡുകൾ ഉണ്ടാക്കുന്ന ആ റോഡുകളുടെ ഇരുവശത്തും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ജില്ലയിൽ ഏകദേശം ഇവിടെ ഇപ്പോൾ മലപ്പുറത്ത് 1,00,000-ഓളം മരങ്ങൾ, വൃക്ഷത്തൈകൾ വ്യത്യസ്ത ദിവസങ്ങളിലായി ഇന്നു മുതൽ തുടങ്ങി നട്ടുപിടിപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2000-ഓളം യൂണിറ്റുകളിൽ നിന്ന് ആണ് ഇവിടെ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സംസ്ഥാനത്തുടനീളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. അതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഡിവൈഎഫ്ഐ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നേതൃത്വം കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റല്ലോ, തെരഞ്ഞെടുപ്പ് തോറ്റു. അത് പൊതുവെ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം ഇന്നലെ CPM-ന്റെ ഭാഗമായിട്ടാണ്, സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ കൃത്യമായി അതിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് യുഡിഎഫിനുണ്ടായിരിക്കുന്നത്. മാത്രമല്ല സമസ്തയിലെ വലിയ പോര് അത് LDF-ന് പ്രതീക്ഷ നൽകുകയും ചെയ്തു. പക്ഷേ എന്താണ് ഈ അത്തരത്തിലുള്ള വോട്ടുകളൊന്നും LDF സമാഹരിക്കാൻ പറ്റിയില്ല? അല്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ. അപ്പോൾ പലരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു എഡ്ജുണ്ട്, അത് UDF-ന് അനുകൂലമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് പ്രത്യേകിച്ച് അത് അവർ നന്നായിട്ട് അവർക്ക് ഗുണകരമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല, 2019-നേക്കാൾ മലപ്പുറത്ത് വോട്ട് കൂടിയതാണ്. 3,43,000 വോട്ട് മലപ്പുറത്ത് കിട്ടി എന്നാണ് കണക്ക്. അതായത് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,000-ഓളം വോട്ട് വർദ്ധിച്ചു മലപ്പുറത്ത്. മറ്റെവിടെയും അങ്ങനെ ഇല്ല. ഇപ്പം മലപ്പുറത്ത് അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഘടകങ്ങളുടെ വോട്ടൊക്കെ കിട്ടിക്കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, 10:40 അല്ലേ അങ്ങനെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലും വോട്ടിംഗ് പെർസെന്റേജിലും മാറ്റമില്ല. 31.6 ആണ് ഇപ്രാവശ്യം വോട്ട് പെർസെന്റേജ് LDF-നുള്ളത്. 31.6%, 31.9% അങ്ങനത്തെ വോട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറം UDF-ന്റെ ഒരു മണ്ഡലം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ താങ്കൾ അടക്കം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരിക്കും. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഒരു യുവാവാണ്, ഒരു നെഗറ്റീവും ഇല്ല. ഈ സർക്കാരിനെതിരെയുള്ള ഒരു വികാരമല്ല ഇത്രമാത്രം ഒരു ഭൂരിപക്ഷത്തിലേക്ക് UDF-നെ സഹായിച്ചത്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ 2019 എങ്ങനെയാ LDF തോൽക്കുക? 2019 ഉള്ളതിനേക്കാൾ ഒരു സീറ്റ് ആർക്ക് നഷ്ടപ്പെട്ടു? കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. തൃശ്ശൂർ BJP-ക്ക് കൊടുത്തു. ആര്? കോൺഗ്രസ്. എന്നിട്ട് ഇപ്പോ അവർക്കുള്ള സീറ്റ് എത്ര? 18. 2019 അവർക്കുണ്ടായിരുന്ന സീറ്റ് 19, ഒന്ന് കുറഞ്ഞതാ. അപ്പൊ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അവിടെയൊക്കെ CPM ആണോ നിയമസഭയിൽ ജയിച്ചത്? അല്ല, ആ സാഹചര്യം എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ. നിയമസഭയിൽ നടക്കുന്ന നമ്മൾ ഓരോ തന്ത്രങ്ങൾ എടുക്കുന്നു. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് കേരളത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. അതിനോട് ജനങ്ങൾ കാണിക്കുന്ന ഒരു പ്രതികരണമുണ്ട്. കേരളം ഭരിക്കാൻ ഇടതുപക്ഷം തന്നെ മതി എന്നുള്ള ബോധ്യം നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം കേന്ദ്രത്തിൽ അവര് ഇങ്ങനെ കരുതുന്നു, കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നതായിരിക്കും ഗുണം എന്ന് അവർ കരുതി കാണും. കാരണം BJP-യോടുള്ള ഒരു വല്ലാത്ത അതൃപ്തി, ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും വലിയ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതൃത്വമായിട്ടൊക്കെ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. ആ ഫീല് വോട്ടായി മാറി എന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി പാർട്ടി അതിന്റെ ഒരു കൃത്യമായ അവലോകനം നടത്തി പറയും. പാർട്ടി വോട്ടിൽ വിള്ളൽ വീണ 3,43,000 വോട്ട് എങ്ങനെ കിട്ടും മലപ്പുറത്ത് ഉൾപ്പെടെ? ഇത്രയൊക്കെ അല്ലേ പാർട്ടി. ബാക്കിയൊക്കെ ഈ വോട്ടർമാരല്ലേ. അങ്ങനെ വലിയ വിള്ളലുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇനി ബാക്കി പരിശോധന ഒക്കെ നടത്തട്ടെ, ഒക്കെ നടന്നു വരുന്നല്ലേ ഉള്ളൂ. അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായിരുന്നു അടുത്ത വർഷം പ്രധാനമായും പ്രചാരണമാക്കി. അതുപോലെ മണ്ഡലം MP-മാർ വെച്ചു മാറി എന്നുള്ള വിഷയവും വലിയ തോതിൽ പ്രചാരണമാക്കി. പക്ഷെ അതൊന്നും ഇല്ല, ഇല്ലെങ്കിൽ അതൊക്കെ UDF
അല്ല, ഞങ്ങളെ ഈ വോട്ടിന് വേണ്ടി ഇങ്ങനത്തെ ഇപ്പോൾ പരിസ്ഥിതി ദിനം വോട്ടിന് വേണ്ടിയാണോ? ഞങ്ങൾ അങ്ങനെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഓരോ ക്യാമ്പയിനുകൾ എടുക്കുന്ന ആളുകളല്ല. ഞങ്ങൾ സംഘടനാ പ്രവർത്തനം തുടർച്ചയായി നടത്തുന്ന ആളുകളാണ്. അത് ഈ ജനം മനസ്സിലാക്കുകയും ജനം ബോധ്യപ്പെട്ട് ഞങ്ങളെ പിന്തുണക്കും. ചിലപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങളെ പിന്തുണക്കാതിരിക്കും. ഒക്കെ സ്വാഭാവികമാണ്. അത് അവരുടെ ചോയ്സാണ്. അതവർ ജനാധിപത്യത്തിന്റെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അവർക്ക് യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശമാണ്. അതിൽ അവർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യും. ഇവിടെ ഞങ്ങളോട് കുറേ പേര് വിയോജിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു.